സൂം ഡെസ്റ്റിനി ചാനലിലേക്ക് സ്വാഗതം. സാൻ ഫെർണാണ്ടോയുടെ ആദ്യ ദൃശ്യം ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്നു. ഡോൾഫിൻ 35 എന്ന ടഗ്ഗാണ് ഇപ്പോൾ കുറുകെ പോയത്. സാൻ ഫെർണാണ്ടോയുടെ അടുത്തേക്കുള്ള യാത്ര. ചൈനയിൽ നിന്നാണ് സാൻ ഫെർണാണ്ടോയുടെ വരവ്. പുതിയ ചരിത്രം രചിക്കാനുള്ള വരവാണ്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്ന ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ്. ഓഷ്യൻ പ്രസ്റ്റീജ് എന്ന ടഗ്. വാട്ടർ സല്യൂട്ട് കൊടുത്ത് സാൻ ഫെർണാണ്ടോയെ സ്വീകരിക്കുന്നത് ഈ ടഗ്ഗാണ്. ഇന്ന് 11/7/2024 വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ട്രയൽ റൺ ആരംഭിക്കുകയാണ്. ഡോൾഫിൻ 27, 28 എന്നീ ടഗുകൾ തുറമുഖത്തു നിന്നും സാൻ ഫെർണാണ്ടോയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. കൊടിതോരണങ്ങൾ കെട്ടി അലങ്കരിച്ചിട്ടുണ്ട്. കരയിലെ സ്ഥിതിയും അതുതന്നെയാണ്. ഉത്സവ പ്രതീതി, കൊടിതോരണങ്ങൾ, ശിങ്കാരിമേളം, കമ്പം എന്നുവേണ്ട ഉത്സവ പ്രതീതിയാണ് ഞാൻ നിൽക്കുന്നിടത്ത്. ആഴിമല ക്ഷേത്രത്തിന് പിന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ സാൻ ഫെർണാണ്ടോയുടെ മനോഹര ദൃശ്യങ്ങളിലേക്ക് കടക്കും മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ. തുറമുഖത്തേക്കുള്ള കപ്പൽ ചാൽ തുടങ്ങുന്നിടത്ത് ഓഷ്യൻ പ്രസ്റ്റീജും ഡോൾഫിൻ 27, ഡോൾഫിൻ 28 എന്നിവ സാൻ ഫെർണാണ്ടോയെ വെയിറ്റ് ചെയ്യുകയാണ്. ഡോൾഫിൻ 35 സാൻ ഫെർണാണ്ടോയുടെ അടുത്തെത്താറായി. സാൻ ഫെർണാണ്ടോ കപ്പൽ ചാൽ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. 2000-ഓളം കണ്ടെയ്നറുകളുമായി. ഡോൾഫിൻ 35 സാൻ ഫെർണാണ്ടോയുടെ അടുത്തെത്തി. 9000 TEU ശേഷിയുള്ള കപ്പലാണ് സാൻ ഫെർണാണ്ടോ. 300 മീറ്റർ നീളവും 48 മീറ്റർ വീതിയുമുള്ള കപ്പലാണ് സാൻ ഫെർണാണ്ടോ. രാവിലെ 7:30 സമയം. പ്രശാന്തമായ അന്തരീക്ഷം. കോസ്റ്റൽ പോലീസിൻ്റെ പട്രോൾ ബോട്ട്. സാൻ ഫെർണാണ്ടോ വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞു. സാൻ ഫെർണാണ്ടോയ്ക്ക് പുറമെ സീസ്പാൻ സാൻഡോസ്, മാരിൻ അസൂർ എന്നീ 2 ഫീഡർ ഷിപ്പുകളും വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. സാൻ ഫെർണാണ്ടോയിൽ വരുന്ന കണ്ടെയ്നറുകൾ മറ്റു ചെറു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഫീഡർ ഷിപ്പുകളിലാണ്. സാൻ ഫെർണാണ്ടോ കപ്പൽ ചാലിനരികെ എത്തി. കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. ഇതിന് മുന്നോടിയായി മെനൂവറിംഗ് നടത്തുകയാണ്. കപ്പലുകളും വിമാനങ്ങളും തിരിയുന്നതിനെ മെനൂവറിംഗ് എന്നാണ് പറയുന്നത്. സാൻ ഫെർണാണ്ടോയുടെ മധ്യഭാഗത്തെ അപ്പർ ഹാച്ചുകളിൽ 19 നിര കണ്ടെയ്നറുകളുണ്ട്. അതുപോലെ അപ്പർ ഹാച്ചുകളിൽ 5 ലെയറുകളായാണ് ഒന്നിനു മുകളിൽ ഒന്നായി കണ്ടെയ്നറുകൾ അടുക്കിയിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടും എത്തിയിട്ടുണ്ട്. ഈ തീരങ്ങളുടെ എല്ലാം കാവൽക്കാർ അവരാണല്ലോ. കോസ്റ്റൽ പോലീസിൻ്റെ ബോട്ടും ഒരു ട്രോളറും. വിഴിഞ്ഞത്തേക്കാൾ കൂടുതൽ ട്രോളറുകൾ ഉള്ളത് മുതലപ്പൊഴി ഫിഷിംഗ് ഹാർബറിലാണ്.
സാൻ ഫെർണാണ്ടോ കപ്പൽച്ചാലിലേക്ക് പ്രവേശിക്കുന്നു. ഭീമാകാരനായ കപ്പൽ മെല്ലെ തിരിയുന്നത് കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ടാണ് തിരിയുന്ന ദൃശ്യം കൂടുതൽ നേരം കാണിക്കുന്നത്. മുൻപ് ഷെൻഹുവ കപ്പലുകൾ ക്രെയിനുകളുമായി തിരിയുമ്പോൾ എതിർദിശയിലേക്ക് ചരിയുന്നത് വ്യക്തമായി കാണാമായിരുന്നു. ക്രെയിനുകളുടെ ഉയരക്കൂടുതലാണ് അതിന് കാരണം. ഇതും ഒരു ചരിത്ര നിമിഷമാണ്. ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് കപ്പൽച്ചാലിലേക്ക് പ്രവേശിക്കുന്നു. ഇനി ഇവിടെ നടക്കുന്നതെല്ലാം ചരിത്രം തന്നെയാണ്. സാൻ ഫെർണാണ്ടോ കപ്പൽച്ചാലിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ കരയിലെ ആഘോഷങ്ങളും അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. ഡച്ച് കമ്പനിയായ മെർസ്കിൻ്റെയാണ് സാൻ ഫെർണാണ്ടോ എങ്കിലും മാർഷൽ ആൻഡൻസിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ടാക്സ് ഇളവുകളും പിന്നെ ഷിപ്പിംഗ് ബിസിനസ്സിൻ്റെ നിയമങ്ങളിലെ നൂലാമാലകളിലെ കുറവുമാണ് ഷിപ്പിംഗ് കമ്പനികളെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. മാർഷൽ ഐലൻഡ്സ്, ലൈബീരിയ, പനാമ എന്നീ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കപ്പലുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ ഉള്ളത് ചൈനയിലാണ്. 5 പക്ഷേ അവിടുത്തെയും സ്ഥിതി ഇതുതന്നെയാണ്. അടുത്തതായി വരുന്ന മാരിൻ അസൂർ എന്ന കപ്പൽ പനാമയിൽ രജിസ്റ്റർ ചെയ്തതാണ്. ആ കപ്പൽ ഇന്ന് ഞായറാഴ്ച 14/7/2024 കൊളംബോയിൽ നിന്നും വിഴിഞ്ഞത്തെത്തും. ഇപ്പോൾ ആ കപ്പൽ വിഴിഞ്ഞം തീരത്ത് എത്തിയിട്ടുണ്ടാവും. 250 മീറ്റർ നീളവും 37 മീറ്റർ വീതിയുമുള്ളതാണ് ആ കപ്പൽ. സാൻ ഫെർണാണ്ടോ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. രണ്ടാമത്തെ ഫീഡർ ഷിപ്പായ സീസ്പാൻ സാൻറ്റോസ് ഹോങ്കോങ്ങിൽ രജിസ്റ്റർ ചെയ്തതാണ്. ഹോങ്കോങ് ഇപ്പോൾ ചൈനയുടെ ഭാഗമാണല്ലോ. 260 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുണ്ട് സീസ്പാൻ സാൻറ്റോസിന്. ഇപ്പോഴും കൊളംബോ പോർട്ടിൽ പ്രവേശനം കാത്തു കിടക്കുകയാണ് സീസ്പാൻ സാൻറ്റോസ്. പുറംകടലിൽ ഇന്നലെ എത്തിയതാണ്. MSC അന്ന എന്ന ULCS ഇപ്പോൾ കൊളംബോ പോർട്ടിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നാണ് MSC അന്ന. MSC അന്ന ഉടനെ തന്നെ ഇവിടെ വരാൻ സാധ്യതയുണ്ടെന്നാണ് അറിഞ്ഞത്. ഓഷ്യൻ പ്രസ്റ്റീജ് വാട്ടർ സല്യൂട്ട് കൊടുക്കാൻ റെഡിയാവുകയാണ്. വെള്ളം ചീറ്റി തുടങ്ങി. ഈ കപ്പലിനടുത്തേക്ക് പോകും. ഓഷ്യൻ പ്രസ്റ്റീജ് കപ്പലിനടുത്തേക്ക് പോകുന്നു. കപ്പലിൻ്റെ ബ്രിഡ്ജിൻ്റെ ഇടതുഭാഗത്ത്, അതായത് ദൃശ്യത്തിൽ വലതുഭാഗത്ത് ഇന്ത്യൻ ഫ്ലാഗ് കാണാം. ഓഷ്യൻ പ്രസ്റ്റീജ് വെള്ളം ചീറ്റിച്ചുകൊണ്ട് കപ്പലിൻ്റെ മുന്നിലേക്ക് വരികയാണ്.
വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്ന ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പാണല്ലോ. സാൻ ഫെർണാണ്ടോ 4 ടഗുകളുടെ അകമ്പടിയോടെ വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. കപ്പലും ടഗുകളും എല്ലാം കൂടി ആകുമ്പോൾ ഏകദേശം 1/2 കിലോമീറ്റർ നീളമുണ്ട്. സാൻ ഫെർണാണ്ടോ ഏകദേശം പുലിമുട്ടിനടുത്ത് എത്താറായി. കരയിലെ താളമേളം കൊഴുക്കുകയാണ്. കരയിൽ വെടിക്കെട്ട് ആരംഭിച്ചു. കമ്പമാണ്. പകൽ കാണാൻ ഒരു രസമില്ല. സാൻ ഫെർണാണ്ടോയുടെ പശ്ചാത്തലത്തിൽ കമ്പം. അടിപൊളി ദൃശ്യം. സാൻ ഫെർണാണ്ടോ. IMO നമ്പർ കാണാം, 9698642. അടുത്തുള്ള പാറയിൽ കപ്പൽ കാണാൻ വന്നവർ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നു. മീഡിയക്കാരുമുണ്ട്. കപ്പലിൽ ഒരു മനുഷ്യനെ പോലും കണ്ടില്ല. കപ്പൽ പുലിമുട്ടിനുള്ളിലേക്ക് പോവുകയാണ്. ഇനി മറ്റൊരു സ്ഥലത്ത് നിന്നുള്ള ദൃശ്യം കാണാം. അവർ ലേഡി ഓഫ് വോയേജ് ചർച്ച്. വിഴിഞ്ഞത്തിനടുത്തുള്ള കോട്ടപ്പുറം എന്ന സ്ഥലത്താണ് ഈ ചർച്ച്. ഈ ചർച്ചിനടുത്തു നിന്നുള്ള ദൃശ്യം കാണാം. കപ്പൽ ബെർത്തിനടുത്ത് എത്തിക്കഴിഞ്ഞു. ബെർത്തിങ്ങിനായി കപ്പൽ തിരിയുകയാണ്. ഷെൻഹുവ കപ്പലുകൾ വരുന്ന അതേ ദിശയിൽ തന്നെ മൂറിംഗ് നടത്തിയിരുന്നു. കാരണം അതിൽ ലോഡ് ചെയ്തിരുന്ന ക്രെയിനുകൾ നേരെ കപ്പലിൽ നിന്നും ഇറക്കി അതേ ദിശയിൽ തന്നെ ബെർത്തിൽ ഉറപ്പിക്കാൻ പാകത്തിലാണ് ലോഡ് ചെയ്തിരുന്നത്. ഒരു ടഗ് കപ്പലിൻ്റെ പിൻവശത്ത് നിന്നും തള്ളി കപ്പലിനെ തിരിക്കുന്നു. കപ്പൽ തിരിയുകയാണ്. കപ്പലിൽ കയറി നിന്നിട്ട് കപ്പലിൻ്റെ മുൻഭാഗത്തേക്ക് നോക്കിയാൽ നോക്കുന്നയാളിൻ്റെ വലത് ഭാഗത്തെ കപ്പലിൻ്റെ സ്റ്റാർബോർഡ് സൈഡ് എന്നാണ് പറയുന്നത്. അതുപോലെ ഇടത് ഭാഗത്തെ പോർട്ട് സൈഡ് എന്നും പറയുന്നു. അതുകൊണ്ടായിരിക്കും കപ്പലിനെ തിരിച്ച് പോർട്ട് സൈഡ് ബെർത്തിൽ അടുപ്പിക്കുന്നത്. ഇത് മാൻഡേറ്ററി അല്ലെന്നാണ് തോന്നുന്നത്. കപ്പലിലെ ജീവനക്കാരും പോർട്ടും കപ്പലുകൾ തമ്മിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പോർട്ട് സൈഡ്, സ്റ്റാർബോർഡ് എന്നീ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു. കൺഫ്യൂഷൻ ഒഴിവാക്കാനും കപ്പലുകൾ തമ്മിലുള്ള കൊളീഷൻ ഒഴിവാക്കാനുമെല്ലാം കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഈ വേർഡ്സ് ഉപയോഗിക്കുന്നു. ഇൻ്റർനാഷണൽ നാവിഗേഷണൽ റൂൾസ് പ്രകാരം കപ്പലിൻ്റെ സൈഡുകളെ ഈ വേർഡ്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യണമെന്നാണ്.
കപ്പൽ തിരിയുന്ന മനോഹരമായ ദൃശ്യം. കപ്പലിൻ്റെ ഈ മുൻഭാഗത്തെ ബോ എന്നാണ് പറയുന്നത്. ഭീമാകാരനായ കപ്പൽ അനുസരണയുള്ള കുട്ടിയെപ്പോലെ തിരിയുകയാണ്. 1950ഓളം കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ നിന്നും ഇവിടെ ഇറക്കേണ്ടത്. അത് കഴിഞ്ഞ് ഈ കപ്പൽ കൊളംബോയിലേക്ക് പോകും. അവിടെ 15-ാം തീയതിയാണ് ബെർത്തിങ്ങിന് സ്ലോട്ട് അനുവദിച്ചിരിക്കുന്നത്. "12 മണിക്കൂറിന് താഴെ മതി കൊളംബോയിലെത്താൻ." കണ്ടെയ്നറുകൾ ഇറക്കാൻ ട്രയൽ റൺ ഉദ്ഘാടനവും മറ്റും കാരണം താമസം നേരിട്ടതിനാൽ നിശ്ചയിച്ച 12-ാം തീയതി തന്നെ യാത്ര തിരിക്കാൻ പറ്റിയില്ല. ശനിയാഴ്ച രാത്രിയോ ഞായറാഴ്ച രാവിലെയോ പോയാൽ മതിയാകും. ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളാണിവ. ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ സെമി ഓട്ടോയും. ട്രയൽ റണ്ണിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് പങ്കെടുക്കാൻ ഇവിടെ എത്തിയ കരൺ അദാനി പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് തുറമുഖം ഇതാണ് എന്നാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതുവരെ അദാനി പോർട്സിൻ്റെ തന്നെ മുന്ദ്ര പോർട്ടായിരുന്നു ഏറ്റവും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ്. കരൺ അദാനിയാണ് അദാനി പോർട്സിൻ്റെ MD. പരിസ്ഥിതി വകുപ്പിൻ്റെയും മറ്റും അനുമതി ലഭിച്ചാൽ ഉടനെ തന്നെ സെക്കൻഡ് ഫേസിൻ്റെ പണി തുടങ്ങും. കരാർ പ്രകാരം 2048-ൽ 3 ഫേസുകളുടെയും പണി കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. എന്നാൽ 2028 ആകുമ്പോഴേക്കും തന്നെ പണി പൂർത്തിയാക്കാനാണ് പ്ലാൻ. 3 ഫേസിലും കൂടി അദാനി 20,000 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അദാനി പോർട്സ് ആണല്ലോ ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ പോർട്ട് ഓപ്പറേറ്റേഴ്സ്. അതുകൊണ്ട് അവർ ഒന്നും കാണാതെ ഇത്രയും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യില്ല. ഫസ്റ്റ് ഫേസിലെ ബെർത്തിൻ്റെ നീളം 800 മീറ്റർ ആണെങ്കിൽ സെക്കൻഡ് ഫേസിൽ 1600 മീറ്ററായും തേർഡ് ഫേസിൽ 2200 മീറ്ററായും നീളം കൂട്ടും. ഇവിടുത്തെ ക്രെയിനുകൾ സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നവയാണ്. കപ്പൽ ഇപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പാറയുടെ മുകളിൽ ഇപ്പോഴും കപ്പൽ കാണാൻ വന്ന ആൾക്കാരുണ്ട്. ഒരു ടഗ് കപ്പലിന് പിറകിലൂടെ ബെർത്തിന് അരികിലേക്ക് വരുന്നു. മർസ്കിൻ്റെ കണ്ടെയ്നറാണ് കൂടുതലും.
കപ്പലിൻ്റെ അരികു ചേർന്ന് മുന്നിലേക്ക് വരികയാണ്. കപ്പലിന് മുകളിൽ കണ്ടെയ്നർ ഹാച്ചുകളിൽ കണ്ടെയ്നറുകൾ അടുക്കിയിരിക്കുന്നത് പോലെ ഉള്ളിലും അടുക്കിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നും കൂടി തള്ളി കപ്പലിനെ ബെർത്തിന് പാരലൽ ആയി ലെവൽ ചെയ്യാൻ പോവുകയാണ്. തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും അഡ്വാൻസ്ഡും ആയ ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ. ഓഷ്യൻ പ്രസ്റ്റീജ്. ഡോൾഫിൻ 41 എന്ന പൈലറ്റ് ബോട്ട്. കപ്പൽ ഇപ്പോൾ ബെർത്തിന് പാരലലായി. ഇനി ബെർത്തിലേക്ക് തള്ളി അടുപ്പിച്ച് നിർത്തിയാൽ മൂറിംഗ് നടത്താം. വിഴിഞ്ഞം ജുമാ മസ്ജിദ്. ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം. ആദ്യത്തെ കണ്ടെയ്നർ ഉയരുന്നത് ഇവിടെ നിന്നും സൂം ചെയ്താൽ ക്ലിയറായി കാണാം. മൂറിംഗ് നടക്കുകയാണ്. കാഴ്ച കാണാൻ വന്ന ആൾക്കാരും വിഷ്വൽസ് എടുക്കാൻ വന്ന മീഡിയക്കാരും. ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യവും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ടഗുകൾ കപ്പലിനെ തള്ളി ബെർത്തിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്നു. മൂറിംഗ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഡോൾഫിൻ 35 ടഗ് പിന്മാറി.
ഓഷ്യൻ പ്രസ്റ്റീജ് ദൂരെ മാറി നിൽക്കുന്നു. കപ്പലിൻ്റെ നീളമനുസരിച്ച് ക്രെയിനുകൾ ഈക്വൽ ഡിസ്റ്റൻസിലേക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. ഇൻ്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡിൻ്റെ, അതായത് ISPSൻ്റെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് ലെവൽ ആണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ക്രെയിനുകളെല്ലാം പൊസിഷൻ കറക്റ്റ് ചെയ്തു. മൂന്നാം നമ്പർ ക്രെയിൻ അതിൻ്റെ ബോ കപ്പലിന് മുകളിലേക്ക് താഴ്ത്തി തുടങ്ങി. നാലാമത്തെ ക്രെയിനും ബോ താഴ്ത്തി തുടങ്ങി. എല്ലാ ക്രെയിനുകളും ബോ താഴ്ത്തി തുടങ്ങി. സ്പ്രെഡർ നീങ്ങിത്തുടങ്ങി. അങ്ങനെ ഒടുവിൽ നമ്മൾ കാത്തിരുന്ന നിമിഷം സമാഗതമായി. സ്പ്രെഡർ കണ്ടെയ്നറിന് മുകളിലേക്ക് താഴ്ന്നു വരുന്നു. സ്പ്രെഡറിന് കണ്ടെയ്നറിനേക്കാൾ ഉയരമുണ്ട്. അവിടെ ഒരു മൽപിടുത്തം നടക്കുന്ന ലക്ഷണമുണ്ട്. അങ്ങനെ ആ ചരിത്ര നിമിഷം നമ്മുടെ കൺമുന്നിൽ. വിഴിഞ്ഞത്തെ ആദ്യ കണ്ടെയ്നർ കപ്പലിൽ നിന്നും ഉയർന്നു. നമ്മുടെ രാജ്യം ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായി മാറി. മർസ്കിൻ്റെ ഈ കണ്ടെയ്നറും സാൻ ഫെർണാണ്ടോയും ഒപ്പം ഇവിടുത്തെ 4-ാം നമ്പർ ഷിപ്പ് ടു ഷോർ ക്രെയിനും ചരിത്രത്തിൻ്റെ ഭാഗമായി. ആ കണ്ടെയ്നർ ഷിപ്പിൻ്റെ ബ്രിഡ്ജിന് മുന്നിലേക്ക് മറഞ്ഞു. ക്രെയിനിൻ്റെ സ്പ്രെഡർ അടുത്ത കണ്ടെയ്നർ തേടി വരികയാണ്.
രണ്ടാമത്തെ കണ്ടെയ്നറും ചരിത്രത്തിലേക്ക് ഉയർന്നു വരുന്നു. കാഴ്ചക്കാരുടെ എണ്ണം പിന്നെയും കൂടി. മാധ്യമപ്പടയാണ് ഏറ്റവും കൂടുതൽ. ഈ നടന്ന എല്ലാ സംഭവങ്ങളുടെയും മൂകസാക്ഷി. മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖത്തിലെ വഴികാട്ടി കോവളം ലൈറ്റ് ഹൗസ്. വീണ്ടും കോട്ടപ്പുറത്തെ കാഴ്ചകൾ. ഒരു കണ്ടെയ്നറുമായി ഒരു ട്രക്ക് ഷിപ്പിനടുത്തേക്ക് പോകുന്നു. വലിയ കണ്ടെയ്നർ ആണ്, 40 TEUവിൻ്റെ കണ്ടെയ്നർ. കണ്ടെയ്നർ ട്രക്ക് ഷിപ്പിനടുത്തേക്കല്ല, മറ്റൊരു യാർഡ് ക്രെയിനിൻ്റെ അടുത്തേക്കാണ് പോയത്. മറ്റൊരു കണ്ടെയ്നർ ട്രക്ക് യാർഡ് ക്രെയിനിൻ്റെ അടുത്ത് നിൽക്കുന്നു. യാർഡ് ക്രെയിനിൻ്റെ സ്പ്രെഡർ കണ്ടെയ്നറിന് മുകളിലേക്ക് താഴ്ന്നു വരുന്നു. സ്പ്രെഡർ കണ്ടെയ്നറിൽ ലോക്കായി. കണ്ടെയ്നറുമായി സ്പ്രെഡർ ഉയരുന്നു. അതും മെർസ്കിൻ്റെ കണ്ടെയ്നർ തന്നെയാണ്. ആ കണ്ടെയ്നറും പോയി മറഞ്ഞു. പട്രോളിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന കോസ്റ്റ് ഗാർഡ് ബോട്ട്.
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ എത്തും. അതുവരേക്കും ഗുഡ് ബൈ.